ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോക്ഷത്തെക്കുറിച്ചാണ്. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ യാത്രയിലെ പരമമായ ലക്ഷ്യം അത് മോക്ഷമാണ്. മരണാനന്തരമായിട്ടുള്ള ഒരവസ്ഥ എന്നതിലുപരി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൈവരിക്കേണ്ടുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള ഒരു ഉന്നത തലമായി മോക്ഷത്തെ സമാധിയിലൂടെ ഒരു യോഗിക്ക് കാണാൻ പറ്റുന്നത് പോലെ കർമ്മികൾക്ക് സമാധിയിലൂടെ മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ അതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. അല്ലാതെ കണ്ണടച്ച് കിട്ടുമ്പോൾ കിട്ടുന്നതോ മരിക്കുമ്പോൾ കിട്ടുന്നതോ അല്ല സമാധിയും മോക്ഷവും എന്ന് കർമ്മത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സനാതന ധർമ്മികൾക്ക് ഭാരതീയ ശാസ്ത്രം അനുശാസിക്കുന്ന ഒരു വലിയ ചിന്തയാണ് മോക്ഷം. ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങളിൽ മോക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കർമ്മത്തിൽ നിന്നുള്ള മുക്തിയല്ല, പ്രവർത്തിക്കാതിരിക്കലല്ല, മറിച്ച് ഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന അന്യരുടെ സന്തോഷത്തിനു വേണ്ടി എൻ്റെ സെൽഫിഷ്നെസ്സിന് അതീതമായി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെയാണ്, ധർമ്മത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയാണ്, ആ ചിന്തകളില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളിൽ ഞാൻ നിബന്ധിതനാകുമ്പോഴാണ് മോക്ഷത്തിൻ്റെ കാതലിലേക്ക് നമ്മളെത്തുന്നത്. ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ജീവിതത്തിൽ ലഭിക്കുന്ന യഥാർത്ഥ സ്വതന്ത്രതയാണ്, സ്വാതന്ത്ര്യമാണ് പ്രായോഗികമായിട്ടുള്ള മോക്ഷം. അതിന് ജീവൻ മുക്തി, വിമോക്ഷം, കൈവല്യം, നിർവാണം ഇങ്ങനെ പല പേരുകളിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം കേവലം സന്തോഷം മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ വാക്കുകളും ഗ്രന്ഥങ്ങളും നമുക്കുണ്ട്. മറിച്ച് ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത ആസ്വദിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളെന്ന് മനസ്സിലാക്കുമ്പോൾ കണ്ണടയ്ക്കാനും കർമ്മം ചെയ്യാതിരിക്കാനും സാധിക്കാതെ സ്ഥിരോത്സാഹിയായ കർമ്മിയായി മാറുന്ന ഇടത്തേക്ക് നമ്മൾ എത്തിച്ചേരും. തടസ്സവും യോഗമാർഗങ്ങളും ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഹിന്ദുധർമ്മ പ്രചാരം, മോക്ഷം എന്ന മുൻകാല കർമ്മങ്ങളുടെയൊക്കെ ഒരു ഫലത്തിനായി പ്രവർത്തിക്കുന്ന ഒരു അഹം എനിക്ക് വേണം എന്ന ഒരവസ്ഥയിൽ നിന്നും, അഹം എന്ന അഹങ്കാരത്തിൽ നിന്നും മുക്തി നേടി അവിദ്യയിൽ നിന്ന്, മായയിൽ നിന്നും, ആസക്തിയിൽ നിന്നുമൊക്കെ മോക്ഷപ്രാപ്തി നേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തടസ്സങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മളെത്തുമ്പോൾ യോഗ എന്ന പരമാനന്ദത്തിലേക്ക് നമ്മൾ യോഗമായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു രാജയോഗം, അഷ്ടാംഗയോഗം, യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന 8 ഘട്ടങ്ങളിൽ ഇതിന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെഷൻസിലൂടെ മുന്നോട്ട് പോകാറുണ്ട്. ഭഗവത്ഗീതയിലെ മാർഗങ്ങൾ, ഭഗവത്ഗീത കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്ന യോഗത്തിലൂടെ ഫലേച്ഛയില്ലാതെ കർമ്മത്തിൻ്റെ പാതയായ കർമ്മയോഗവും ഈശ്വരനോടുള്ള അചഞ്ചലമായ എൻ്റെ കർമ്മമാകുന്ന ഈശ്വരൻ, അതിലുള്ള എൻ്റെ വാഞ്ച, എൻ്റെ പാഷൻ, വർക്ക് ചെയ്യാനുള്ള എൻ്റെ അഭീഷ്ടത്തെ പൂർണ്ണമായി ലയിച്ചു ചേരുമ്പോൾ ഉണ്ടാവുന്ന ഭക്തിയുടെ പാതയിലൂടെ എൻ്റെ പാഷനിലൂടെ ഞാൻ കർമ്മം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അറിവ് നേടിയിട്ട് വേണം വിവേകത്തോടു കൂടിയുള്ള പാത നിശ്ചയിക്കാമെന്നുള്ള ജ്ഞാനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഭഗവത്ഗീത ഈ സൂചിപ്പിച്ചു തരുന്നത് ബ്രഹ്മവിദ്യയെയും യോഗശാസ്ത്രത്തെയും ക്രിയേറ്റിവിറ്റിയെയും അത് ചെയ്യാനുള്ള വാഞ്ചയെയും ചേർന്നിട്ടുള്ള ഒരു സംവാദം നമ്മെ നയിക്കുന്നത് മോക്ഷസന്യാസ യോഗത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം കുറച്ചുകൂടി ഉജ്ജ്വലമായി നമുക്ക് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. ഇത് ധാർമ്മികതയെക്കുറിച്ചുള്ള ഒരു പുസ്തക രൂപത്തിലുള്ള ഒരു ലഘുലേഖയായോ നമുക്ക് കാണാൻ സാധിക്കാത്തത് ജീവിതത്തിൻ്റെ ഒരു ഗൈഡ് ബുക്കായിട്ട് ഭഗവത്ഗീതയെ കാണാൻ സാധിക്കുന്നത് ഈ ചിന്തകൾ നമ്മളിലൂടെ ഓടുമ്പോഴാണെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.